ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്നിപ്പോൾ ഞാൻ ഒരു ഈവനിങ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ പയറ് ചെടി ഉണ്ടല്ലോ, അപ്പോൾ അത് ഇച്ചിരി വാഴാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ആ പയറ് ചെടിയിലെ ഇലയൊക്കെ പറിച്ചിട്ട് നമുക്കതുകൊണ്ടൊരു വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ചേ കിട്ടുള്ളൂ, അപ്പം തോരൻ വയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും വട ഉണ്ടാക്കാം. നമ്മൾക്ക് ഈ തമിഴ്നാട്ടിലൊക്കെ ഈ ചീര വട എന്ന് പറഞ്ഞിട്ട് കിട്ടും. നല്ല ടേസ്റ്റി ആയിരിക്കും. അത് ചീര കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വെച്ചാൽ എന്ത് ചീര വേണമെങ്കിലും അതിലോട്ട് ഇടാം. സാധാരണ പരിപ്പുവട പോലെ ആയിരിക്കും, പക്ഷെ അതിൽ ഇച്ചിരി ചീരയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വടയാക്കിയിട്ട് തരും. പരിപ്പ് ഞാൻ ഓൾറെഡി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇലയൊക്കെ പറിച്ചതിന് ശേഷം വട ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമ്മുടെ പയറിലൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, നന്നായിട്ട് ചിലതൊക്കെ ഇങ്ങനെ കേടുവന്ന് പോകാൻ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇനി നല്ല തണുപ്പ് തുടങ്ങി. ഇപ്പം ഞാനിപ്പം ഇത് പറിക്കുന്ന സമയത്ത് ഈവനിങ് ആണല്ലോ, അപ്പോൾ തന്നെ ഒരു 18 ഡിഗ്രിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പം രാവിലെയൊക്കെ ആകുമ്പം കുറച്ചുകൂടെ ഇതാവും. അപ്പം ഈ പയറിൻ്റെ ഇലയൊക്കെ എന്ന് പറയുമ്പം ഈ തണുപ്പത്തൊന്നും അങ്ങനെ വളരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണങ്ങി പോകാൻ തുടങ്ങി. നമ്മുടെ എല്ലാ ചെടികളും ഏകദേശം ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് അപ്പുറത്ത് പുതിന ഉണ്ട്, അത് മാത്രം ഉണങ്ങിയിട്ടില്ല കേട്ടോ. ബാക്കിയൊക്കെ ഇങ്ങനെ ഉണങ്ങി പതുക്കെ ഇങ്ങനെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് അതുകൊണ്ട് എന്തായാലും പയറെല്ലാം നമ്മൾക്ക് പറിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം വിക്കി പറിച്ചുകൊണ്ട് ഇരിക്കുവാണേ, വിക്കിയും വന്നിട്ട്. അപ്പം മഞ്ഞ കളറിലുള്ള ഇലയൊക്കെ പറിക്കുക. അപ്പോൾ ഞാൻ പറയായിരുന്നു പച്ച കളറിലുള്ള, നല്ല പച്ച കളറിലുള്ളത് പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനും പറിച്ചു തരുന്നുണ്ട്. അവനും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇത് ഇലകളൊക്കെ പറിച്ചിട്ട് അവൻ കളഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ വീഡിയോ എടുക്കാൻ വിക്കിക്കോട്ടെ എല്ലാവരോടും ഹായ് പറയാമെന്ന് പറഞ്ഞ് ഹായ് മാത്രം പറഞ്ഞ് ബാക്കി ഓൺലൈൻ ക്ലാസ്സിൻ്റെ വിശേഷങ്ങൾ പറയാൻ പറഞ്ഞതാണ്. പക്ഷെ അപ്പോഴത്തേക്കും ആളുടെ മൂഡ് പോയി. ഇത് കണ്ടോ, നമ്മുടെ തക്കാളി അണ്ണാൻ കഴിച്ചു കഴിഞ്ഞു. അപ്പം എല്ലാം ഇങ്ങനെ ഓരോന്ന് കഴിച്ചിട്ട് പോകുന്നുണ്ട്. തക്കാളി മാത്രം നമുക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ കുഴപ്പമില്ല, അണ്ണാനല്ലേ, അത് കഴിച്ചോട്ടെ. ഇനി നമ്മൾക്ക് പരിപ്പ് അപ്പം ഞാൻ നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഇനി എടുത്ത് മിക്സിയിലിട്ട് അടിക്കുകയാണ്. അപ്പം ഞാൻ ഈ കുഞ്ഞു മിക്സിയാണ് ഉപയോഗിക്കുന്നത്, കാരണം കുറച്ച് പരിപ്പ് എടുത്തിട്ടുള്ളൂ. പരിപ്പിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇടുക. പിന്നെ ഇതുണ്ടല്ലോ, എന്തുമായിരുന്നു, വലിയ ജീരകം, പെരുംജീരകം, അതിടുക. ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി. പിന്നെ ഞാൻ കാശ്മീരി ഇതാണ് ഇടുന്നത്, മുളകാണ് ഇടുന്നത്. വിക്കിക്ക് കൊടുക്കേണ്ടതുകൊണ്ട് എരിവ് അത്ര വേണ്ടെന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ ഇട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് വിക്കിയുടെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്, എക്സ്ട്രാ എരിവിന് വേണ്ടിയിട്ട്. അപ്പം കുറച്ച് പിന്നെ ഉപ്പും, കല്ലുപ്പായതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ചേർക്കുന്നത്. അപ്പം അതിന് ശേഷം നന്നായിട്ടൊന്ന്, ഒരുപാട് അങ്ങനെ ആക്കണ്ട, എന്നാലും ഒന്ന് ചതച്ചെടുക്കുക. നന്നായിട്ട് അതെല്ലാം അരയുന്നത് വരെ ചതച്ചെടുക്കുക. ഇനി നമ്മൾക്ക് ഇതിലോട്ട് കുറച്ച് പയറിൻ്റെ ഇലയും കൂടെ ഇട്ട് അരിഞ്ഞെടുക്കാം. അതുപോലെ മല്ലിയില എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കുഞ്ഞ് സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ പയറില കാണുമ്പോൾ ശരിക്കും വെറ്റില പോലെയുണ്ട്, അതിൻ്റെ വലിയ ഇലയൊക്കെ ഇങ്ങനെ കാണുമ്പം. അപ്പോൾ ഇത് ഏറ്റവും ചെറുതായിട്ട് അരിയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അതിനകത്ത് ഇങ്ങനെ കിടക്കുമ്പം അത്ര അറിയത്തില്ല. അപ്പം ഞാൻ അതുകൊണ്ട് നന്നായിട്ട് ചെറുതായിട്ടാണ് അരിയുന്നത്. ഇതുപോലെ ചീര കൊണ്ട് വട ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ? അപ്പം ചെന്നൈയിലൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കഴിച്ചിട്ടുണ്ടാവും അല്ലേ? ഞങ്ങളിപ്പം ഇവിടെ ഇരിക്കുമ്പോഴൊന്നും ഇങ്ങനത്തെ എന്തായാലും കിട്ടില്ല. പക്ഷെ ചെന്നൈയിലായിരുന്ന സമയത്ത് ഇതുപോലെ സൈഡ് കടകളുണ്ടല്ലോ, മറ്റേ റോഡ് സൈഡിലുള്ള കടകൾ, തട്ടുകട പോലത്തെ, അങ്ങനത്തെ കടകളിലാണ് ഇത് കിട്ടുക. ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കിഷ്ടമല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടേ ഇല്ല. അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ് അവിടുത്തെ വീട്ടിൽ. അപ്പം ഏട്ടൻ വാങ്ങിയിട്ട് വരും വീട്ടിലേക്കൊക്കെ. പക്ഷെ ഞാനത് കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്കപ്പം വേറെ എന്തെങ്കിലും വടയായിരിക്കും വാങ്ങിക്കുന്നത്. എനിക്ക് ഈ ചീരയുടെ വട അതുവരെ ഇഷ്ടമല്ല, അതുകൊണ്ട് ചീര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. അപ്പം അങ്ങനെ എന്തായാലും അപ്പോൾ ഇന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ചീരയാണല്ലോ, അതുകൊണ്ട് പിന്നെ അത്ര കുഴപ്പമൊന്നുമില്ല, നമ്മുടെ പയറിൻ്റെ ഇലയല്ലേ. അപ്പം അങ്ങനെ ഇപ്പം ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉള്ളിയും നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ്, പിന്നെ ഇനി ഇത് നമ്മളെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതിലോട്ട് ഇനിയിപ്പോൾ പച്ചമുളകോ അങ്ങനെ വല്ലതൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പം എരിവ് വേണ്ടാത്തതുകൊണ്ട് ചേർക്കാത്തതാണ്. പിന്നെ ഇച്ചിരി ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
പിന്നെ നമ്മുടെ ഈ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സിനെ കുറിച്ചിട്ടൊരു വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം അതും കിച്ചൺ വെയർസിനെ കുറിച്ചും രണ്ടിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനപ്പം സ്റ്റോറേജ് കണ്ടെയ്നേഴ്സിനെ കുറിച്ചുള്ള ഒരു ക്ലിപ്പ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ പറയുന്നതാണ്. പിന്നെ കിച്ചൺ വെയർസിൻ്റെ നമ്മൾക്ക് വേറൊരു ദിവസമായിട്ട് ചെയ്യാം. അതൊരു ഇച്ചിരി തനിയെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഇനി വറുത്തെടുക്കാൻ എണ്ണയൊക്കെ ചൂടാക്കിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ സാധാരണ പരിപ്പുവട ഉണ്ടാക്കുന്ന അത്രയും കട്ടിയുടെ ആവശ്യമില്ല. ഇത് കണ്ടോ, നല്ല തിന്നായിട്ട് വേണം നമ്മൾ പരത്തി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം നമ്മൾ ഇതിലോട്ട് ഇടാൻ. എന്നാലേ കുറച്ചുകൂടെ നല്ല ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കുകയുള്ളൂ, ടേസ്റ്റും ഉണ്ടാവുള്ളൂ. നല്ല കട്ടിയായിട്ട് ഇട്ട് കഴിയുമ്പം അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നന്നായിട്ട് പരത്തി നല്ല സ്ലിം ആക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരുപാട് കരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്കൊരു എന്നാലും നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് നമ്മൾക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റും. മേളിലൊക്കെ നല്ല ഈ ഒരു കളർ ആവുന്ന സമയത്ത് നമ്മൾക്ക് എടുക്കാം. അതേപോലെ തന്നെ ഇനി ബാക്കിയെല്ലാം ഞാൻ ഉണ്ടാക്കിയെടുക്കുവാണ്. അപ്പോൾ ഇത് ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പരിപ്പോട ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ്, പക്ഷേ നമ്മൾ അതിൻ്റെ കൂടെ ചീരയും കൂടെ ഇടുകയാണ്. ചീര എന്ന് പറയുമ്പോൾ ഞാനിവിടെ പയറിൻ്റെ ഇലയാണ് ഇട്ടത്. ഇത് കണ്ടോ, നല്ല രസം ഉണ്ടായിരുന്നേ. അപ്പം പയറിൻ്റെ ഇലയ്ക്ക് പകരം നിങ്ങൾക്ക് വേറെ എന്ത് ചീര വേണമെങ്കിലും ഇടാം. നമ്മൾക്ക് ഇഷ്ടമുള്ള എന്ത് ചീര വേണമെങ്കിലും ഇട്ടിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിനകത്ത് ഒരെണ്ണം എരിവുള്ളതും ഒരു പ്ലേറ്റിൽ എരിവില്ലാത്തതുമാണ്. അതുകൊണ്ടാണ് 2 പ്ലേറ്റിലാക്കിയിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ കൊത്തവരയ്ക്കൊക്കെ ഞാൻ ഈ സൈഡിൽ വെച്ചിട്ട് ഉണക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുത്ത ഏതെങ്കിലും ഒരു ലഞ്ച് റെസിപ്പി കാണിക്കുമ്പോൾ ഞാനത് വറുക്കുന്നതും കൂടെ കാണിച്ചു തരാം. പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഹിന്ദി ചാനൽ ട്രെൻഡിങ് ടാബ് ഉണ്ടല്ലോ, അവിടെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ട്രെൻഡിങ് വീഡിയോ ആയിട്ടല്ല, ഒരു ക്രിയേറ്റർ ഓൺ റൈസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. നമ്മൾക്ക് ചാനൽ മൊത്തത്തിൽ അങ്ങ് റേസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ചാനലിൻ്റെ ഫുൾ ഇങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ടും കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് വരും. ഒരു 4-5 വീഡിയോസൊക്കെ ആയിട്ട് അങ്ങനെ വരും. അപ്പം അതുപോലെ വന്നിട്ടുണ്ട്. അപ്പം ഇന്നാണ് വന്നത്. ഇന്ന് രാവിലെ ഞാനിങ്ങനെ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കാണ് ഒത്തിരി മെസ്സേജസ്, പതിവിലും കൂടുതൽ മെസ്സേജസൊക്കെ വന്ന് കിടക്കുന്നു യൂട്യൂബിൽ. അപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ക്രിയേറ്റർ ടാബിൽ വന്ന് ട്രെൻഡിങ് ടാബിൽ വന്ന് കിടക്കുവന്നേ. അപ്പം അത് കണ്ടപ്പോൾ നല്ലൊരു സന്തോഷമായി ശരിക്കും. കാരണം മലയാളത്തിൽ അങ്ങനെ എന്തായാലും വരാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ എന്തായാലും ഹിന്ദിയിൽ വന്നപ്പം ഒരു സന്തോഷമുണ്ട്. എന്തായാലും എന്തിലെങ്കിലും ഒന്നിലോ ഏതെങ്കിലും ഒരു ചാനലിൽ വന്നല്ലോ. അതും ട്രെൻഡിങ് ടാബിലൊക്കെ വരിക എന്ന് പറയുക സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റില്ല. ഞാനൊക്കെ പോലെയുള്ള യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്താ പറയുന്നത്, അത്ര ഇതായിട്ടൊന്നും അല്ലല്ലോ പോകുന്നത്. അപ്പം ട്രെൻഡിങ് പേജിലൊക്കെ വരാമെന്ന് വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ. പക്ഷെ ഇന്ന് രാവിലെ ശരിക്കും അതൊരു സർപ്രൈസ് ആയിരുന്നേ. ഇങ്ങനെ എഡിറ്റ് നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ കണ്ടു. പിന്നെ മെയിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് അവർ അയച്ചിട്ടുണ്ട് ഇങ്ങനെ 24 മണിക്കൂർ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ചിലപ്പം 24 മണിക്കൂർ കഴിഞ്ഞാൽ അത് തനിയെ പോവുമായിരിക്കും. അപ്പോൾ എന്തായാലും പക്ഷേ അതിൽ വന്നു എന്ന് അറിഞ്ഞതിൽ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ആ സന്തോഷം നിങ്ങളായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. എന്തായാലും എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾക്കിനി സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് ഞാൻ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് പക്ഷേ ഞാനിപ്പം കമൻറ്റ് വന്നതുകൊണ്ട് മാത്രം ഇങ്ങനെ ചെയ്യുന്നതാണ്. അല്ലാതെ ഇങ്ങനെ ഇപ്പം നമ്മളുടെ ഇതൊന്നും അങ്ങനെ കാണിക്കാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ നമ്മൾക്ക് റിക്വസ്റ്റ് വന്നതുകൊണ്ട് ഞാനപ്പോൾ എല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇനി ഞാനിത് വാങ്ങിച്ചതിൻ്റെയും അതിൻ്റെ ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കാം. ഞാനിപ്പം ഈ സംഭവങ്ങളൊക്കെ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. പക്ഷേ ഇതിപ്പം ആമസോണിൽ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞിട്ട് അവരുടെ സ്പോൺസേർഡ് വീഡിയോ ഒന്നും അല്ല. ഞാനിത് ഒട്ടും സ്പോൺസേർഡും അല്ല, പ്രൊമോഷനോ ഒന്നും അല്ല. ഇങ്ങനെ ചോദിച്ചുകൊണ്ട് മാത്രം കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷേ വാങ്ങിയത് എവിടെ നിന്നാന്ന് എന്തായാലും പറയണമല്ലോ, അതുകൊണ്ട് പറയുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ എല്ലാ കണ്ടെയ്നേഴ്സിൻ്റെയും വീഡിയോ കിച്ചൺ ടൂറിലുണ്ട്. അതിനകത്ത് ഇട്ടിട്ടുണ്ട്, ശരിക്കും എല്ലാം കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഞാനിത് മെയിനായിട്ട് വാങ്ങിയത് മാത്രമായിട്ട് പറയുന്നതാണ്. അപ്പം ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു എന്താ പറയുക, ഗ്ലാസിൻ്റെ ജാറാണ്. ഈ ഒരു സെക്ഷനിൽ വെച്ചത് മുഴുവൻ ഗ്ലാസിൻ്റെ ആണ്. അപ്പം ഇതും ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചത്.
പിന്നെ ഈ റോയുടെ ഏറ്റവും ബാക്കിലിരിക്കുന്ന ഒരു സംഭവമുണ്ട്, ബ്ലാക്ക് മൂടിയുള്ളത്. അത് പ്ലാസ്റ്റിക്കാണ് സാധാരണ. അത് പക്ഷേ ഇങ്ങനെ എന്താ പറയുന്നത്, ഓപ്പൺ ചെയ്യുന്ന രീതിയിലുള്ള മൂടിയാണ്. ഞാനതിൻ്റെ പിക്ചേഴ്സൊക്കെ സൈഡിൽ കൊടുക്കാം. അപ്പം അതുപോലെ തന്നെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. പക്ഷേ ഇതിവിടെ Amazon.com നിന്നാണ് വാങ്ങിയത്. പക്ഷേ നാട്ടിലൊക്കെ ആകുമ്പോൾ .in അതേ പ്രൊഡക്റ്റ് ഉണ്ടാവുമോ എന്നറിയില്ല. എന്നാലും ഞാൻ ലിങ്ക് കൊടുക്കാം. പറ്റണതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ആഡ് ചെയ്ത് വെക്കാം. പിന്നെ അതിനകത്തൊക്കെ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കറും അതുപോലെ തന്നെ അവർ ആ മാർക്കറും അതെല്ലാം ഈ ഒരു വാങ്ങിക്കുമ്പോൾ കൂടെ കിട്ടിയതാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എല്ലാം നമ്മൾ എപ്പോഴും എടുത്ത് കൈ തൊടുമ്പോഴത്തേക്കും അതെല്ലാം മാഞ്ഞു പോകും. ചിലതൊക്കെ ഉള്ളൂ. അധികം നമ്മൾ എടുക്കാത്ത സാധനങ്ങളുടെയൊക്കെ എഴുതിയത് അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷേ എടുത്തതിൻ്റെയൊക്കെ ഫുള്ളായിട്ട് മാഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലുള്ളതും ഇത് എന്താ പറയുന്നത്, പ്ലാസ്റ്റിക് ബോക്സ് തന്നെയാണ് ഈ സൈഡിലുള്ളത്. ഇത് പക്ഷേ എനിക്ക് തോന്നുന്നത് ആ നീല കളറിലുള്ളത് വാൾമാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്, ഇവിടുത്തെ തന്നെ. പിന്നെ ആ വലുതായിട്ട് കാണുന്ന ഗ്രീനും വെള്ളയും മൂടിയുള്ളത് ഇവിടുത്തെ ഡോളർ ട്രീയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവിടെ കുറച്ച് നമ്മൾക്ക് ചീപ്പായിട്ടൊക്കെ റേറ്റിന് കിട്ടും. അങ്ങനെ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ താഴെ വെച്ചിരിക്കുന്ന ഈ ഒരു ബോക്സും എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സാണ്. അത് നമ്മൾക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ അതിൽ വെച്ചാൽ നല്ല ഉപകാരമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾക്ക് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ സീരിയൽസ് അങ്ങനെയൊക്കെ വെക്കാം. പക്ഷേ ഞാനിതിനകത്ത് വേറെ വല്ലതൊക്കെയാണ് വെച്ചിട്ടുള്ളത്. നമ്മൾക്ക് ഇഷ്ടമുള്ളത് എന്താണെങ്കിലും വെക്കാൻ കുഴപ്പമൊന്നുമില്ല. അത് വാങ്ങിക്കുമ്പോഴും സ്റ്റിക്കേഴ്സ് അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. നമ്മൾക്കതിൽ ലേബൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ലേബൽ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഞാൻ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. റേറ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പം അത്രയാണ് നമ്മുടെ കണ്ടെയ്നേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതേ നമ്മളുണ്ടാക്കിയ വട കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സമയമൊക്കെ 7:30 കഴിഞ്ഞ് 7:30-8 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. കാരണം ഇപ്പം നന്നായിട്ട് ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ 8 മണി എന്നൊക്കെ പറയുമ്പോൾ നല്ല വെളിച്ചത്തിലായിരിക്കും ഇരിക്കുക. പക്ഷേ ഇപ്പം കുറച്ചായിട്ട് നല്ല ഇരുട്ടാവാൻ തുടങ്ങി. 7 മണിയായപ്പോൾ തന്നെ ഒന്ന് നല്ലൊരു എന്താ പറയുന്നത്, ഇരുട്ടായി തുടങ്ങിയായിരുന്നേ. അപ്പം എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുവാണ്. വിക്കിക്കുമൊക്കെ ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത്. ശരിക്കും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം വിക്കിക്ക് പിന്നെ എരിവില്ലാത്തതായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. മറ്റേതിൽ ഞാൻ കുരുമുളക് പൊടി എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടാക്കണതിൽ. കാരണം പിന്നെ പച്ചമുളകൊന്നും അരിയാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല, വീഡിയോയും കൂടെ എടുത്തുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് കുരുമുളക് പൊടിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് എരിവിന് വേണ്ടിയിട്ട്. നല്ല എരിവൊക്കെ ഇട്ടിട്ട് ഇത് ചീര നമ്മൾ ശരിക്കും കഴിക്കുമ്പോൾ നമ്മൾക്ക് അങ്ങനെ അത്ര വലിയ ഫീലൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും വടയ്ക്ക്. അങ്ങനെ ഏട്ടനൊക്കെ പറഞ്ഞ് ശരിക്കും നല്ല കടയിൽ കിട്ടുന്ന അതേപോലെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പം പിന്നെന്താ, വിക്കിൻ്റെ മുടിയൊക്കെ വെട്ടിയായിരുന്നേ. അപ്പം അതിനെക്കുറിച്ചാണ് ഇപ്പം ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. വിക്കിൻ്റെയും ഏട്ടൻ്റെയും രണ്ടുപേരുടെയും വെട്ടി. അപ്പം വിക്കിൻ്റെ പിന്നെ സ്കൂളൊക്കെ തുടങ്ങിയല്ലോ. അപ്പം ഒത്തിരി മുടിയായിട്ട് ഇങ്ങനെ ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വെട്ടിയതാണ്. ഞാനാണ് വെട്ടി കൊടുത്തത് രണ്ടുപേർക്കും. അപ്പോൾ ഇപ്പോൾ പിന്നെ കോവിഡ് കാരണം പിന്നെ നമ്മളാണല്ലോ വീട്ടിലുള്ള എല്ലാവരും തനിയെ ഇരുന്നിട്ടൊക്കെ ആയിരിക്കും വെട്ടുന്നത്. ഇവിടെയൊക്കെ പിന്നെ പ്രത്യേകിച്ച് പുറത്തൊന്നും പോവില്ല എന്തായാലും. കാരണം കോവിഡ് കാരണം ഇപ്പോൾ ഇവിടെയൊക്കെ പറയുന്നത് ശരിക്കും നമ്മൾ ഈ ബാർബർ ഷോപ്പിലൊക്കെ പോകുന്നത് തന്നെ ഇച്ചിരി കുഴപ്പമാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ പോവാറില്ല. അപ്പോൾ അങ്ങനെ വെട്ടിക്കൊടുത്തതാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈവനിങ് വ്ലോഗ് വിശേഷങ്ങളൊക്കെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.